ഹായ് ഗായ്സ്, ഇപ്പോൾ കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് എനിക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. സാധാരണ സൺഡേയ്സിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുക. അപ്പോൾ എണീറ്റ ഉടനെ തന്നെ അലക്കങ്ങ് കഴിച്ചു. അപ്പോഴേക്കും അമ്മ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അരി കഴുകിയിട്ട് എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാനിരുന്നു, ഞാനും ഏട്ടനും. ഞങ്ങൾക്കിന്ന് ചായക്ക് പിട്ടും കടലയായിരുന്നു. പുട്ടും കടലയും. ഞാൻ പിട്ടും കടല എന്നാട്ടോ പറയുക. ഏട്ടന് ചുമയും ജലദോഷമൊക്കെ ആയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ലീവാണ്. ഇപ്പോൾ എല്ലായിടത്തും ചുമയും ജലദോഷമൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിയുമ്പോഴേക്ക് എൻ്റെ അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് അരി വാർത്തു. അരി വാർക്കൽ എനിക്ക് കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ ഇന്നെന്താണെന്നറിയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വാർക്കാൻ പറ്റി. അമ്മക്ക് തൊഴിലുറപ്പുണ്ടായതുകൊണ്ട് അമ്മ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി കറി ഉണ്ടാക്കണം. അപ്പോൾ കറിയും പിന്നെ സോയാബീൻ ഫ്രൈയും പിന്നെ കുറച്ച് മീൻ പൊരിക്കുകയും കൂടി ചെയ്യണം. അമ്മയ്ക്കിവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പണി. അപ്പോൾ അതിനിടയിൽ അമ്മ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എന്നോട് ബായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ എനിക്കിന്ന് ഹെൽപ്പിന് ആളുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ്. അല്ലാത്ത ദിവസമൊക്കെ ചോറിൻ്റെ പണിയൊക്കെ ഞങ്ങൾ രാവിലെ കഴിയും. കാരണം എനിക്ക് ഷോപ്പിലേക്ക് ചോറ് കൊണ്ടുപോകണം. ഇനി എനിക്ക് മീൻ പൊരിക്കുകയും വേണം, പിന്നെ കുറച്ച് കറിയും വെക്കണം. കൂടാതെ ഒരു സോയാബീൻ ഫ്രൈയും കൂടി ആക്കണം. അത് ഞാൻ മുമ്പൊരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ് യൂട്യൂബ് നോക്കിയിട്ട്. ഒരു ബീഫ് ഫ്രൈയുടെ ആ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് അടിക്കും. പക്ഷേ ബീഫല്ല, ബീഫിൻ്റെ 7 അയലത്ത് പോലും എത്തൂല എന്നാണ് പറയുക. എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളിയാണ്. ഞങ്ങൾക്കിവിടെ രാത്രി ആരും അങ്ങനെ ചോറ് കഴിക്കാറില്ല. രാത്രിയിലേക്ക് ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ആക്കാറ്. അപ്പോൾ കറി ഉച്ചക്കത്തെ മീൻ കറി ഉണ്ടെങ്കിൽ അതെടുക്കും, അല്ലെങ്കിൽ രാത്രി വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണ് ചെയ്യുക. എൻ്റെ ഇന്നത്തെ സോയാബീൻ ഫ്രൈയിൽ കുറച്ച് വറ്റൽ മുളകിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കളറ് കുറച്ച് കുറവാണ്. ഞാനത് കുരുമുളക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു. ഇന്ന് നൈറ്റിൽ ഞങ്ങൾ വിചാരിച്ചു ആട്ടപ്പൊറാട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടി പുറത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ ഓർക്കാട്ടേരി പെട്രോൾ പമ്പിൽ നിന്നൊരു കോഫിയൊക്കെ കുടിച്ചു. അവിടുത്തെ കോഫി അടിപൊളിയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോഴേക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റിലുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ചിക്കനും ആട്ടുപൊറാട്ടയും ഷെഫുള്ളതുകൊണ്ട് ഷെഫാണെല്ലാം ഉണ്ടാക്കുന്നത്. ഞാനും അമ്മയും ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പൊറോട്ടയ്ക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ചിക്കൻ കറീൻ്റെ പണി നോക്കി. ചിക്കൻ കറി അടുപ്പിലാക്കിയതിന് ശേഷം പിന്നെ ഏട്ടൻ പൊറോട്ടയുടെ ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്യാൻ പോയില്ല. അപ്പോഴേക്ക് ഞങ്ങളുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് വറുത്ത തേങ്ങ ഒക്കെ ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൊറോട്ട ചുട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം, എന്നാലേ അതിന് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ആ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്